നമസ്കാരം. ഇന്നൊരു കപ്പയും ബീഫും അങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഇഞ്ചിയും ചുവപ്പ് പനീരോട്ട് ഒന്ന് വഴറ്റി ലൈറ്റായിട്ടൊന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മീറ്റ് മസാലയും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ ഉപ്പിട്ട് വെച്ച് കപ്പയിട്ട് അതിലേക്ക് ബീഫ് റോസ്റ്റും കൂടെ ആഡ് ചെയ്യുക. ബീഫ് റോസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണ്, അതുകൊണ്ട് ആരും മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചോപ്പ് ചെയ്ത ഒനിയനും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി മിക്സ് കഴിഞ്ഞാൽ കപ്പ ബിരിയാണി റെഡിയാണ്. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കുറച്ച് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തിയ കാര്യം. നമ്മൾ ബീഫൊക്കെ വീട്ടിൽ മിച്ചമുള്ള സമയത്ത് കുറച്ച് കപ്പയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ചെയ്യണം. നമസ്കാരം. നമുക്കിന്നൊരു കപ്പക്കറി തയ്യാറാക്കിയാലോ. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക. ഇതൊന്ന് വാടി വരുന്ന സമയത്തിലേക്ക് തിന്നെ സ്ലൈസ് ചെയ്ത സബോളയോടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റുക. ഒന്നിനൊന്ന് വാടി ലൈറ്റായിട്ട് ബ്രൗൺ ആയി വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങാ പേസ്റ്റ് ചേർക്കുക. അതിനുശേഷം നല്ല രീതിയിൽ വഴറ്റുക. തേങ്ങയെ നല്ല രീതിയിൽ കുക്കാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി തിളപ്പിക്കുക. ഗ്രേവി നല്ല തിളച്ച ഒരു സമയം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് വേവിച്ച് ചേർത്ത് കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ലാഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കപ്പയെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഫിനിഷ് ചെയ്തെടുത്ത കപ്പക്കറി റെഡിയാണ്. എല്ലാം ട്രൈ ചെയ്യണം. ചോറിനൊക്കെ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്.